പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ഇന്ന് ചാരവശാൽ 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവം നല്ലൊരു ഭാവമാണോ? ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവം അത്ര ശുഭമല്ല. പതിതസ്തുരിപ്പേ എന്നാണ് വരാഹമിഹിരാചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. 12-ാം ഭാവത്തിൽ സൂര്യൻ വന്നാലും, ശനി വന്നാലും, ചൊവ്വ വന്നാലും, ബുധൻ വന്നാലും. ഇവിടെ 12-ാം ഭാവത്തിൽ ചമത്കാരി ചിന്താമണിയിൽ നല്ല ഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നദേ ദ്വാദശേ യസ്യ സീതാംശു ജന്മ കഥം തദ്ഗൃതം ഭൂമിദേവ ഭജന്തി. 12-ൽ ബുധൻ നിന്നില്ലെങ്കിൽ എങ്ങനെ ബ്രാഹ്മണന്മാർ ഒരു വ്യക്തിയെ, 12-ൽ ബുധനുള്ള വ്യക്തിയെ വന്ന് അനുഗ്രഹിക്കും? അതിനാൽ 12-ൽ ദാനധർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണരുടെ അനുഗ്രഹങ്ങൾ വാങ്ങും. അത് നല്ലൊരു വിഷയമാണ്. രണേ വൈരിണോ ഭീതി മായാന്തികസ്മാത്, ശത്രുക്കളെ എങ്ങനെ ഭയക്കാതിരിക്കും? 12-ൽ ബുധൻ ഉള്ളപ്പോൾ ശത്രുക്കൾ തന്നെ ഭയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിരണ്യാദികോശം കഥം കോന്ന വിരിയാതെ, ഹിരണ്യാദികോശം, സ്വർണം മുതലായ സമ്പത്തുകൾ ഇദ്ദേഹത്തിന് എങ്ങനെ ലഭിക്കാതിരിക്കും? ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഈ 12-ലെ ബുധൻ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. രേഖാപരമായ വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. സഹോദരങ്ങൾ തൻ്റെ ശത്രുക്കളാകും. ഇവിടെ 3-ാം ഭാവാധിപനാണ് ബുധൻ, സഹോദരപതിയാണ്. അത് 12-ൽ വരുമ്പോൾ പതിതസ്തുരിപ്പേ, പാതിത്യം വീഴ്ച വരാം. നല്ല പ്രിയപ്പെട്ട സഹായികൾ തന്നെ വിട്ടുപോകും. സഹോദരന്മാർ ശത്രുക്കളാകും. തൻ്റെ പ്രിയപ്പെട്ട രേഖകൾ നഷ്ടപ്പെടും. പലപ്പോഴും ശ്രദ്ധിക്കണം. രേഖാപരമായ വിഷയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിന് അലച്ചലിനെ ഉണ്ടാക്കുന്ന സമയമാണ്. 12-ാം ഭാവമാണ്. ഇവിടെ ഈ ഒരു സമയത്തൊക്കെ തന്നെ നിർബന്ധമായും ഈ പിതൃക്കൾക്ക് മോക്ഷാദി കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ടെങ്കിൽ 12-ാം ഭാവം മോക്ഷഭാവമാണ്. അതിനാൽ അവിടെ ശുഭഗ്രഹം നിൽക്കുമ്പോൾ പിതൃക്കളുടെയൊക്കെ മോക്ഷാദി വിഷയങ്ങളൊക്കെ വരുമ്പോൾ പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുവാനൊക്കെ ഈ ബുധനെ നിങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു രേഖയും മറന്നു പോകരുത്. ഒരു പേപ്പറിലും ഒപ്പിട്ട് കൊടുക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കാതെ. അതിനുമപ്പുറം 1 രൂപ കൊടുത്താലും ആറ്റിൽ ചാടിയാലും അളന്ന് ചാടണം എന്ന പ്രമാണമുണ്ട്. ആർക്കെങ്കിലും കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. പുസ്തകം വനിതാവിത്തം പരഹസ്തഗതം ഗതം എന്ന് ശ്ലോകമുണ്ട്. പുസ്തകം സ്ത്രീ, കാശ്
മറ്റൊരാളുടെ കൈമലായാൽ അത് ഗതമാണ്, പോയിരിക്കും. അഥവാ പുനരായാതി, അത് തിരിച്ചു വരും. ജീർണ, പുസ്തകം കൊടുത്താൽ ജീർണമായി കീറിപ്പറഞ്ഞ് ലഭിക്കും. സ്ത്രീയാണെങ്കിൽ അവൾ സമൂഹത്തിൽ ഭ്രഷ്ടയായി മാറപ്പെടും, ഉപേക്ഷിക്കും സമൂഹം. കാശാണെങ്കിലോ ഖണ്ഡശഹ, ഇച്ചിരി അല്പാൽപമായി ലഭിക്കും. ഇപ്പോൾ അതും ലഭിക്കാത്ത കാലമാണ്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ, രേഖാവിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കുക. നന്നായി ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ മന്ത്രം ജപിക്കുക. ആരുമായും വഴക്കിടാതിരിക്കുക. ഒരു പ്രോമിസും, അനാവശ്യമായ തനിക്ക് പറ്റാത്ത ഒരു പ്രോമിസുകളും ചെയ്യരുത്. റാഷ് പ്രോമിസസ് നടത്താതിരിക്കുക. സ്കിൻ പ്രോബ്ലം വളരെയധികം ശ്രദ്ധിക്കണം. ശ്വാസം മുട്ടൽ, ബ്രീത്തിങ് അലർജിയൊക്കെ വരാം. ത്വഗ്രോഗത്തിൻ്റെ സമയം തന്നെയാണ്, ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.